പിന്നെ സണ്ണി അങ്ങനെ ലക്ഷറി വാഹനം വേണ്ടവർ 2012 ചെറിയ പൈസ കിട്ടുന്ന ലക്ഷറി വാഹനമാണ് സണ്ണി. ഡീസൽ വാഹനമാണ്. ആ ഇനി അതുപോലെ സ്കോഡ വരാനുണ്ട്. ആ സ്കോഡ 2014 സ്കോഡ വാഹനം ഇന്ന് നാളെ എത്താനുണ്ട്. പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 26-ാം തീയതിയിലേക്ക് പുതിയ കുറേ സ്റ്റോക്കുകൾ അവൈലബിൾ. ഇത് കൂടാണ്ട് എക്സ്ട്രാ സ്റ്റോക്കുകൾ വരും. 2 ദിവസത്തിനുള്ളിലാണ് സ്റ്റോക്കുകൾ എത്തുള്ളൂ. ഇതൊക്കെ ചെറിയ ചെറിയ ടൈപ്പ് വാഹനം വേണ്ടവർക്ക് വേണ്ട സാൻഡ്രോ, ഇൻഡിക്ക, ചെറിയ 1 ലക്ഷത്തിന് താഴെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങളാണ് ഇത്. ആൾട്ടോ ഡ്രൈവിംഗ് പഠിക്കാനും ചെറിയ ഫാമിലിക്ക് ചെറിയ യൂസിനുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റിപ്പയർ വർക്കൊക്കെ ചെയ്താൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന വണ്ടികളായിട്ടാണ് 2011 വാഹനം കണ്ടില്ലേ. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മളുള്ളത് മറ്റെവിടെയല്ല, ശ്രീരാമിലാണ്. എൻ്റെ പുറകിൽ ഒരുപാട് വണ്ടികൾ നിങ്ങൾ കാണുന്നുണ്ടാവും. വരുന്ന 26-ാം തീയതി മറക്കണ്ട, ഫെബ്രുവരി 26-ാം തീയതി ഒരു മെഗാ ഓപ്ഷനല്ല, ഒരു വമ്പം ലേലാണ് കടന്നു വരാൻ പോകുന്നത്. കണ്ടില്ലേ പുറകിലുള്ള വണ്ടികൾ? ഇത് 2013 മോഡൽ ആൾട്ടോണറാണ്. ഇതിപ്പം 26-ാം തീയതി ലേലത്തിലേക്ക് വരുന്ന പുതിയ സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഇത് 2012 പെട്രോൾ സ്വിഫ്റ്റാണ്. 2012 പെട്രോൾ സ്വിഫ്റ്റ്. ഓക്കെ. ഇത് 26-ാം തീയതി ലേലത്തിലേക്ക് വരുന്നതാണ്. അങ്ങനെ 26-ാം തീയതി ലേലത്തിലേക്ക് ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. 100-ൽ മുകളിൽ വണ്ടികളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 26-ാം തീയതി ലേലത്തിൽ മെഗാ ലേലമാണ്. ഓൾ ഇന്ത്യയിൽ ഒരേ ടൈമിൽ എല്ലായിടത്തും മെഗാ ലേലം നടക്കുകയാണ്. അപ്പം നമ്മൾ മാക്സിമം സെയിൽ പ്രൊമോഷനാണ് അന്നേരം ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം അന്ന് വരുവാണെങ്കിൽ മാക്സിമം അവർക്ക് നമ്മളൊരു മേളയാണ് നടക്കുന്നത്. ആ മേളയിൽ വെച്ച് അവർക്ക് വണ്ടി എടുക്കാൻ സാധിക്കും. ജെനുവിനായ 2016 മോഡൽ ഡീസൽ ബലാന വാഹനമാണ്. ഡീസലാണ്. RC ഇല്ലാത്തൊരു വാഹനമാണ്. ഇത് 2017 എത്തിയോസ് ലിവ പെട്രോളാണ്. 2017 മോഡൽ എത്തിയോസ് ലിവ പെട്രോൾ വാഹനമാണ്. ഇത് 2015 എത്തിയോസ് ലിവ പെട്രോൾ വാഹനമാണ്. ഇത് 2021 ബൊലാന പെട്രോൾ വാഹനമാണ്. സിംഗിൾ ഓണറാണ്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വാഹനമാണ്. 2020 പെട്രോൾ വാഹനമാണ്. 2016 പെട്രോളാണ്. ഇത് 2014 ഡീസൽ വാഹനമാണ്. VDI വാഹനം, ഡീസൽ VDI വാഹനമാണ്. 2014 ഇത് 2014 ZDI ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2014 ZDI ഫുൾ ഓപ്ഷനാണ് വാഹനം. ഇത് 2014 ഡീസലാണ്. ഡീസൽ ടിയാഗോ ആണ്. സാധാരണ നമ്മൾ പെട്രോൾ ടിയാഗോ ആണ് മേജറായിട്ടുള്ളത്. ഡീസൽ ടിയാഗോയാണ്. 2016 മോഡലാണ്. ഇത് i20 2012 ഡീസലാണ്. 2012 ഡീസലല്ലേ? ആ ഓക്കെ. ഇത് 2012 വാഹനമാണ്. ഇത് RC ഇല്ലാത്തൊരു വാഹനമാണ്. ഇത് 2011 ഡീസൽ വാഹനമാണ്. ഇത് 2022 സിംഗിൾ ഓണർ വാഹനമാണ്. ഇത് 2022 സിംഗിൾ ഓണർ അല്ലേ? ആ, ന്യൂ മോഡൽ, ന്യൂ വെർഷനിൽ വരുന്നത്. വണ്ടീൻ്റെ ഉള്ളൊക്കെ ഉണ്ടോ? പുറം കാണുന്നല്ലോ. പുറം ഇവിടെ ഹെവി പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഉള്ളൊക്കെ വാഹനത്തിൻ്റെ അതുപോലെ തന്നെ റൂഫ് കണ്ടാൽ തന്നെ നമ്മൾ ആ ജെനുവിനിറ്റിയോട് കൂടിയാണ് വാഹനം കൊടുക്കുന്നത്. നമ്മളതിൽ എക്സ്ട്രാ വർക്കുകളൊന്നും കാര്യങ്ങളൊന്നും എടുക്കുന്നതല്ല. എടുത്തിട്ടുണ്ട്. ഡാഷൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം വണ്ടി എത്രത്തോളം. പലരും ഇങ്ങനെ ലേഡീസൊക്കെ വന്നിട്ട് ഓട്ടോമാറ്റിക് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോക്ക് കിട്ടിയത് 2017 വാഹനമാണ്. 2017 ഓട്ടോമാറ്റിക് 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ കിലോമീറ്റർ ഓടിയ, ചെറിയ ഓട്ടോ ഓടിയാൽ നല്ല ആർക്കും എടുക്കാൻ പറ്റുന്ന 48,000 കിലോമീറ്റർ. 48,000 അല്ലേ? ഉള്ളൊക്കെ കണ്ടോ? ഓക്കെ, സോറി, 48,000 കിലോമീറ്റർ. നമ്മൾ എൻക്വയറി പ്രമാണിച്ച് അങ്ങനെ ഡാഷ്ബോർഡും സ്റ്റിയറിംഗ് വീലൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു വണ്ടീൻ്റെ എത്രത്തോളം യൂസ് ചെയ്ത വണ്ടിയാണെന്നുള്ളത്. നല്ല പക്ക ജെന്യൂനായിട്ട് ഉപയോഗിച്ചൊരു വണ്ടിയാണ്. അതിൻ്റെ ഡാഷ്ബോർഡ്, റൂഫ് എല്ലാം തന്നെ കണ്ടാൽ നമുക്ക് ഏകദേശം അതിൻ്റെ യൂസ് മനസ്സിലാക്കാൻ കഴിയും. പുറകിലെ സീറ്റൊക്കെ കാണിച്ചു തരാം. ഫോർമാറ്റൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. ഓക്കെ. അതുപോലെ തന്നെ അതിൻ്റെ റിയർ സൈഡ്, റിയർ വൈപ്പറൊക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടിയായിട്ട് വരുന്നതാകുമ്പോൾ റിയർ വൈപ്പറും റിയർ ക്യാമറ ഒക്കെ വന്ന ഒരു വണ്ടി. സെൻസറൊക്കെ ഉള്ള ബോഡിയൊക്കെ നല്ല ഫിനിഷുള്ള ബോഡിയാണ്. ഡീസൽ വാഹനം, ചെറിയ വാഹനങ്ങളൊക്കെ വേണ്ടവർക്ക് പറ്റിയൊരു വാഹനമാണ്. ഒരു എക്കണോമി റേറ്റിൽ കൊടുക്കുന്ന പറ്റിയ വാഹനമാണ്. ഇത് 2017 വാഹനമാണ്. ടാക്സിയാണ്. ഓക്കെ. ഇത് 2014 വാഹനമാണ്. പെട്രോൾ പ്ലസ് CNG.
ഇത് പിന്നെ സണ്ണി അങ്ങനെ ലക്ഷറി വാഹനം വേണ്ടവർ 2012 ചെറിയ പൈസ കിട്ടുന്ന ലക്ഷറി വാഹനമാണ് സണ്ണി. ഡീസൽ വാഹനമാണ്. ആ ഇനി അതുപോലെ സ്കോഡ വരാനുണ്ട്. ആ സ്കോഡ 2014 സ്കോഡ വാഹനം ഇന്ന് നാളെ എത്താനുണ്ട്. പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 26-ാം തീയതിയിലേക്ക് പുതിയ കുറേ സ്റ്റോക്കുകൾ അവൈലബിൾ. ഇത് കൂടാണ്ട് എക്സ്ട്രാ സ്റ്റോക്കുകൾ വരും. 2 ദിവസത്തിനുള്ളിലാണ് സ്റ്റോക്കുകൾ എത്തുള്ളൂ. ഇതൊക്കെ ചെറിയ ചെറിയ ടൈപ്പ് വാഹനം വേണ്ടവർക്ക് വേണ്ട സാൻഡ്രോ, ഇൻഡിക്ക, ചെറിയ 1 ലക്ഷത്തിന് താഴെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങളാണ് ഇത്. ആൾട്ടോ ഡ്രൈവിംഗ് പഠിക്കാനും ചെറിയ ഫാമിലിക്ക് ചെറിയ യൂസിനുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റിപ്പയർ വർക്കൊക്കെ ചെയ്താൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന വണ്ടികളായിട്ടാണ് 2011 വാഹനം കണ്ടില്ലേ. i10 ഗ്രാൻഡ് 2014 വാഹനമാണ്. ഉള്ളൊക്കെ അത്യാവശ്യം 2017 മോഡൽ ആൾട്ടോ കേട്ടൺ വാഹനമാണ്. അതെ, ആൾട്ടോ 800 ആണ്. ഇത് 2016 വാഹനമാണ്. 2015 കേട്ടണാണ്. ഇത് RC ഇല്ലാത്ത വണ്ടിയാണ്. 2017 വണ്ടിയാണ്. ആ ഇത് വാഗണറാണ്. 2010 വാഹനമാണ്. ഇത് 2011 വാഹനമാണ്. നല്ല വൃത്തിയൊക്കെയുള്ള വാഹനമാണ് ഉള്ളൊക്കെ. ഇത് 2017 ആണ്. ബ്രസ 2018 ZDI ബ്രസയാണ്. ഡീസൽ ഫുൾ ലോഡ്. ഏകദേശം ഇങ്ങനെ എൻക്വയറി ഒക്കെ വന്ന് നിൽക്കുകയാണ്. ഇതിന് 1-2 എൻക്വയറി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. 2013 ടാക്സി ഇനോവ. ചിലരൊക്കെ ഇങ്ങനെ ടാക്സി ഇനോവയ്ക്ക് വേണ്ടി ചോദിക്കാറുണ്ട്. ഇതും 2013 ടാക്സി ഇനോവയാണ്. റീവണ്ടിയാണ്. 13. ആ റീ രജിസ്ട്രേഷനാണ്. ആ ഉള്ളൊക്കെ വൃത്തിയുണ്ട്. ഒരാൾക്ക് ടാക്സി പർപ്പസിനാണെങ്കിൽ എടുത്ത് ചെറിയ വർക്കൊക്കെ ചെയ്ത് ഉപയോഗിച്ച് വയ്ക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. വാഷ് ചെയ്തെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. സീറ്റിങ്ങും സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഡാഷൊക്കെ കണ്ടാൽ നമുക്ക് ഏകദേശം ധാരണ കിട്ടും. ഇത് 2012 8 സീറ്റ് ഇനോവയാണ്. ടാക്സിയാണ്. ആ അതെ, 2012. അത് ഉള്ളൊക്കെ ഇതിൻ്റെ വൃത്തിയുണ്ട്. ഓക്കെ, കുറച്ച് പേപ്പർ വാങ്ങലൊക്കെ വേണ്ടിയാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റിന് കൊടുക്കും. ചെറിയ റേറ്റിന് കൊടുക്കൂലേ? ആ ഓക്കെ. ഇത് 2013 ടാക്സി സൈലയാണ്. 2023. ആ നമ്മൾ ഇത് 18 ലക്ഷം രൂപയ്ക്ക് കൊടുത്ത വാഹനമാണ്. ഫുൾ പേപ്പറുള്ള വാഹനം. അതെ, 10-30 റുപ്യ എൻ്റെ അടുത്ത് ഓൺ റോഡ് വരും. അപ്പോൾ അറിയാം ഇവിടുന്ന് കിട്ടുന്ന ഒരു വണ്ടിൻ്റെ റേറ്റ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കൃത്യമായ റേറ്റാണ്. ഇത്രയും വലിയ ഹെവി വെഹിക്കിൾസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ പാസഞ്ചർ ബസ്സുകൾ പോലും ഇവിടെ അവൈലബിൾ ആണ്. ഇത് 2023 വാഹനമാണ്. സെയിലായിട്ടില്ല. ഇത് സെയിലിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വാഹനമാണ്. ഇത് RC വർക്ക് ഇപ്പം RC ഇല്ല. RC പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് RC കിട്ടും. ഇത് 2011 മോഡൽ പെട്രോൾ സ്വിഫ്റ്റ് ആണ്. ഇത് 2012. ഇത് 2013 മോഡൽ മാരുതി 800 വാഹനമാണ്. അല്ലാടി ഇൻറ്റീരിയർ കണ്ടൊക്കെ അല്ല വൃത്തിയും മെനപ്പെടുപ്പൊക്കെ ഉള്ളൊരു വാഹനമാണ്. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ പറ്റിയ 2013 മോഡലാണ്. 13 അല്ലേ? ഇത് 2011 മോഡൽ ആൾട്ടോയാണ്. 2011 മോഡൽ ആൾട്ടോ, വെറും ആൾട്ടോ പെട്രോൾ വാഹനമാണ്. ഇത് എല്ലാം ആപ്പ സെക്ഷനാണ്. 20-ന് മുകളിലേക്കുള്ള ആപ്പകളാണ്. CNG ആപ്പ, ബജാജ് ഉണ്ട്, ആപ്പയുണ്ട്, ആപ്പ എക്സ്ട്രാ LD ഉണ്ട്. അതിൻ്റെ ആപ്പയിൽ തന്നെ CNG ഉണ്ട്. ഇതൊക്കെ അടുത്ത ഓപ്ഷനിലാണ്. ആ അതെ അതെ ആണ്. ഇത് മാക്സിമം സൂപ്പറോ പാസഞ്ചറാണ്. സ്കൂളിലേറെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇതൊക്കെ വളരെ അവൈലബിലിറ്റി എല്ലാവരും വിളിച്ച് ചോദിക്കുന്നതാണ്. ഇതൊക്കെ ഇടയ്ക്കൊക്കെ മാത്രമേ വരലുള്ളൂ. ഇത് 2020 ദോസ്ത് പ്ലസ് ആണ്. ദോസ്തൊക്കെ എടുക്കേണ്ടവർക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. 2020 ഈ ദോസ്തൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇത് കവേർഡ് ബോഡിയാണ്. 2017 കവേർഡ് ബോഡി ദോസ്താണ്. ബാക്കി ദോസ്തെല്ലാം കൊടുത്തു. ഇനി ഒരു ദോസ്തേ കവേർഡ് ബോഡി ബാലൻസ് ഉള്ളൂ. കവേർഡ് ബോഡി ദോസ്താണ്. ഇതിൽ ഐറിസ് കൊടുക്കാനുണ്ട്, ഈക്കോ കൊടുക്കാനുണ്ട്, ഒമിനി കൊടുക്കാനുണ്ട്. ഐറിഷ്, ഈക്കോ, ഒമിനി
അതുപോലെ തന്നെ ആപ്പ സെഗ്മെൻറ്റിലുള്ള ഒരുപാട് വണ്ടികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിൽ സൂപ്പർ കൊടുക്കാനുണ്ട്, നിസാൻ കൊടുക്കാനുണ്ട്, ഈ എയ്ച്ചർ വരുന്ന കൊടുക്കാനുണ്ട്. വ്യാഴാഴ്ച അതുപോലെ തന്നെ 26-ാം തീയതിക്കുള്ള ഓപ്ഷനിൽ ഇനിയും ഒരുപാട് സ്റ്റോക്കുകൾ വരാനുണ്ട്. അതിലേക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് കൊടുക്കാനുള്ളതാണ്. ഐഷറൊക്കെ അല്ലേ? ഐഷർ, മസ്ത, ടാറ്റ ടാറ്റ, 912. ട്രാക്ടർ. ഈ ട്രാക്ടർ കൊടുക്കാനുള്ള ട്രാക്ടറും കൊടുക്കാം. ഇത് ഈ ടിപ്പർ കൊടുക്കാനുള്ളതാണ്. ഇത് കൊടുക്കാനുള്ള 10 വീല് ടിപ്പറാണ്. എത്രയാണ്? 10 വീല്. 10 വീൽ ടിപ്പർ അല്ലേ? ടാറ്റ സിഗ്ന. ടാറ്റ സിഗ്ന കൊടുക്കാനുള്ളതാണ്. കേരള 57 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി ആണ്. യോധ എത്രയായിരുന്നു മോഡല് സാറേ? 2019. 2019 യോധ വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത റേറ്റിന് നമുക്ക് അവൈലബിൾ ആവും. ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. ബോഡിയൊക്കെ അത്ര കണ്ട് മെച്ചമുള്ളതല്ല, എന്നിരുന്നാലും അതിനുള്ള റേറ്റ് നമുക്ക് അതിന് വരുള്ളൂ. അപ്പോൾ കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലേലത്തിൽ വരുന്ന വണ്ടികളാണ്. അറിയാലോ, നമുക്ക് ലേലത്തിൽ വരുന്ന വണ്ടികളാകുമ്പോൾ ഒരു B2B റേഞ്ചിൽ നമുക്ക് നല്ലൊരു മാർജിൻ വരുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ ഉപയോഗപ്പെടുത്തുക. ഈ കാണിക്കുന്ന നമ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അവസ്ഥകളെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. ഇതിൽ പലപ്പോഴും പലരും പറയും ഇതിൽ വില പറയുന്നില്ല എന്നുള്ളത്. കാരണം ലേലം ചെയ്യുന്ന ഒരു മുതലിനും ആരും മുന്നേ വില പറയില്ലല്ലോ. അതിൻ്റെ ആ ലേലം ചെയ്യുന്നതിൻ്റെ സമയത്തുള്ള ഡിമാൻഡ് അനുസരിച്ച് അതിൻ്റെ വില ക്ലോസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോയുടെ മുന്നോട്ടുള്ള ഗമനം. അതുകൊണ്ട് അതും കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റിൽ എഴുതുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.